പാകിസ്ഥാൻ അവരുടെ ശവപ്പെട്ടി തന്നെ അടിച്ച അവസാനത്തെ ആണിയാണ് പെഹൽഗാം ഭീകരാക്രമണം. ഇതോടെ പാകിസ്ഥാൻ തീർന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പാകിസ്ഥാനിൽ വളരെ ശക്തമായ ആക്രമണങ്ങളാണ് ഇന്ത്യ ഇപ്പം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലകളിലും ഇന്ത്യ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചിഞ്ചായിട്ട്. എല്ലാവർക്കും നമസ്കാരം. മറന്നുപോയെങ്കിൽ ഞാൻ രഘുനാഥ് ചൈതന്യ, ഒരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററനാണ്. 2 മാസമായിട്ട് ഞാൻ ഈ ചാനലിൽ വന്നിരുന്നില്ല. കാരണം ചില ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ്. അതിൻ്റെ കാരണം കൊണ്ടുണ്ടായിട്ടുള്ള വോയിസ് റെസ്റ്റും കാരണം എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. ഏതായാലും സമ്പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. രാഷ്ട്രീയമായിട്ട് പോലും പാകിസ്ഥാനെ ഇന്ത്യ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ കൈവശം യുദ്ധം ചെയ്യാനായിട്ട് ഇന്നുള്ളത് വെറും 4 ദിവസത്തേക്കുള്ള ആർട്ടിലറി ഷെല്ലുകളും 3 ദിവസത്തേക്കുള്ള വ്യോമ ഇന്ധനവും മാത്രമാണ്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആർട്ടിലറി ഷെല്ലുകളൊക്കെ അവർ ഉക്രൈന് കൊടുത്തപ്പോൾ അവർ ആലോചിച്ചില്ല, അവരും സ്വയം കഴിച്ച കുഴി ചാടുന്ന 6-ാം നൂറ്റാണ്ടിലെ സയൻറ്റിഫിക് ടെമ്പർ മാത്രമുള്ള പൊട്ടന്മാരാണെന്ന്. ഇന്ത്യയുടെ പ്രത്യാക്രമണം ഏത് നിമിഷവും ഉണ്ടാകും എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഈ പ്രത്യാക്രമണം എത്രയും പെട്ടെന്ന് ആയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഓഫീസർമാരെല്ലാം തങ്ങളുടെ ഫാമിലി ഇംഗ്ലണ്ടിലും അതുപോലുള്ള മറ്റു രാജ്യങ്ങളിലേക്കും സുരക്ഷിതമായിട്ട് മാറ്റിയത് തന്നെ ഇനിയൊന്നും ബാക്കി ഉണ്ടാവില്ല എന്നുള്ള വ്യക്തമായ ധാരണയോട് കൂടിയാണ്. ഇപ്പം ഇന്ത്യയുടെ ഈ പ്രത്യാക്രമണം വൈകും തോറും പാകിസ്ഥാൻ കൂടുതൽ ഭയപ്പെടുകയാണ്. കാരണം അവർക്കറിയാം, ഒന്നുകിൽ ഇന്ത്യ വളരെ അതിശക്തമായ ഒരു ആക്രമണത്തിന് പ്ലാൻ ചെയ്യുന്നതുകൊണ്ടാണ് സമയം കൂടുതൽ എടുക്കുന്നത്, അതല്ലെങ്കിൽ പാകിസ്ഥാനെ വളഞ്ഞിട്ട് വരിഞ്ഞു മുറുക്കി സമ്പൂർണ്ണമായിട്ടും ശ്വാസം മുട്ടിച്ച് ആദ്യം ആക്രമിക്കാൻ അവരെ നിർബന്ധിതമാക്കാനുള്ള ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിയാണ് എന്നും അവർക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം. സാമ്പത്തിക കാര്യത്തിലായാലും ആയുധത്തിൻ്റെ കാര്യത്തിലായാലും ഇന്ധനത്തിൻ്റെ കാര്യത്തിലായാലും വളരെ വലിയൊരു ക്ഷാമം അവരെ വലിഞ്ഞു മുറുക്കുമ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ആഭ്യന്തര ശത്രുക്കളുടെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളും കൂടാതെ അതിർത്തിയിലെ പരിശീലന സന്നാഹങ്ങളും അവരുടെ ആക്രമണശേഷിയെ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അവർക്കും നന്നായിട്ട് അറിയാം. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് കൂനുമേ കുരു എന്ന് പറയുന്ന പോലെ അജ്ഞാതൻ്റെ അഴിഞ്ഞാട്ടവും ബലൂചിസ്ഥാൻ, സിന്ധ്, അഫ്ഗാനിസ്ഥാൻ അതിർത്തികളിലെ വർദ്ധിച്ച സംഘർഷവും എല്ലാം കൂടെ പാകിസ്ഥാൻ ഇപ്പം തന്നെ വളരെ വലിയ തോതിൽ ഭീഷണിയാകുമ്പോൾ കടൽ മാർഗമുള്ള എല്ലാവിധ സഹായ സാധ്യതകളും ഇന്ത്യ സമ്പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അവരുടെ ട്രേഡും ഏതാണ്ട് പൂർണ്ണമായിട്ടും അവസാനിച്ച മട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു ചില്ലിക്കാശിന് വരുമാനമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് പാകിസ്ഥാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളോട് നടത്തിയ ഭീകരാക്രമണത്തോടുള്ള പ്രതികരണത്തിൻ്റെ രീതി, ലക്ഷ്യം, സമയം ഇതെല്ലാം തീരുമാനിക്കാനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സൈന്യത്തിന് സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആർമി, നേവി, എയർഫോഴ്സ് ചീഫുകളായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി സെപ്പറേറ്റ് ആയിട്ട് മീറ്റിംഗ് നടത്തി എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് മധ്യേഷ്യയിലെ അത്ര അറിയപ്പെടാത്ത ഒരു ഇന്ത്യൻ വിദേശ സൈനിക താവളം നിർണായകമാകുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള രഹസ്യാന്വേഷണ ശേഖരണം, അവരെ പറ്റിയുള്ള സമ്പൂർണ്ണമായ നിരീക്ഷണം, വേണ്ടി വന്നാൽ യുദ്ധദൗത്യങ്ങൾ, ഇതൊക്കെ ആരംഭിക്കാനായിട്ട് പാകിസ്ഥാനുമായിട്ടുള്ള കനത്ത പ്രതിരോധമുള്ള നിയന്ത്രണ രേഖ, അതായത് ഇപ്പോഴത്തെ LOCയും അന്താരാഷ്ട്ര അതിർത്തിയും, അതായത് ഇൻ്റർനാഷണൽ ബോർഡറും ഒക്കെ ഒഴിവാക്കി മറ്റൊരു വശത്തൂടെ ആക്രമണം നടത്താനും നമുക്ക് എല്ലാവിധ സാധ്യതകളും ആണ് ഈ ഒരു സൈനിക താവളം തുറന്നിടുന്നത്. ഇസ്ലാമാബാദ് തീർച്ചയായിട്ടും ഒരു ആസന്നമായ ഇന്ത്യൻ ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളതൊരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈന്യം അതീവ ജാഗ്രതയിലുമാണ്. ഇന്ത്യൻ അതിർത്തിയിലെ വ്യോമ പ്രതിരോധം സജീവമാക്കിയതായും അതുപോലെ തന്നെ സൈനിക ഉപകരണങ്ങൾ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് അടുപ്പിച്ചതായും ശക്തി തെളിയിക്കാൻ വേണ്ടി ധാരാളമായി സൈനിക അഭ്യാസങ്ങൾ ആരംഭിച്ചതായും റിപ്പോർട്ടുകളൊക്കെ നമ്മൾ ദിവസവും കാണുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഈ പാകിസ്ഥാൻ്റെ പ്രതിരോധ രേഖകൾക്ക് പിന്നിൽ നിന്ന് ഇന്ത്യ നടത്തുന്ന ഒരു ഓപ്പറേഷൻ, അതായത് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നുള്ള ഒരു നുഴഞ്ഞ കയറ്റം ഇന്ത്യ നടത്തിയാലത് ഇസ്ലാമാബാദിനെ സമ്പൂർണ്ണമായും അത്ഭുതപ്പെടുത്തും. പ്രതിരോധിക്കാൻ യാതൊരു മാർഗവുമില്ലാത്ത രീതിയിലേക്ക് അവരെ തള്ളിവിടുകയും ചെയ്യും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ ചരിത്രപരമായിട്ട് ഇന്ത്യയുമായിട്ടുള്ള അവരുടെ കിഴക്കൻ അതിർത്തി സംരക്ഷിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളെ അവർ സമ്പൂർണ്ണമായിട്ടും അവഗണിച്ചു എന്ന് മാത്രമല്ല, ഇസ്ലാമാബാദിൻ്റെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സർഫസ് ടു എയർ മിസൈലുകളും എല്ലാം ഇന്ത്യയുമായിട്ടുള്ള LOCയിലും ഇൻ്റർനാഷണൽ ബോർഡറിലുമാണ് കേന്ദ്രീകരിച്ച് വച്ചിരിക്കുന്നത്. പടിഞ്ഞാറൻ അതിർത്തിയിലെ ഇവരുടെ പ്രതിരോധ നടപടികളുടെ അഭാവം കാരണമാണ് 2011 അമേരിക്ക യാതൊരുവിധ വെല്ലുവിളിയും ഇല്ലാതെ അകത്തേക്ക് പ്രവേശിച്ച് അബോട്ടാബാദിൽ നിന്ന് ഒസാമ ബിൻ ലാഡനെ പുഷ്പം പോലെ തൂക്കിയെടുത്തുകൊണ്ട് പോയത്. അതിനുശേഷം 14 വർഷം കഴിഞ്ഞിട്ടും പാകിസ്ഥാൻ്റെ കിഴക്കൻ വടക്കൻ അതിർത്തികൾ ഇപ്പോഴും മോശമായിട്ട് തന്നെ പ്രതിരോധിക്കപ്പെടുന്നു എന്നുള്ളത് പാകിസ്ഥാന് വളരെ മോശമായിട്ട് ബാധിക്കുകയും ഇത് ഇന്ത്യക്ക് വളരെ വലിയൊരു അവസരം ഉണ്ടാക്കി തരികയും ചെയ്യുന്നുണ്ട്.
ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്താനായിട്ട് POKയിൽ നിന്നും വെറും 600 കിലോമീറ്ററിൽ താഴെ അകലമുള്ള തെക്കൻ താജിക്കിസ്ഥാനിലെ അത്ര അറിയപ്പെടാത്തതും എന്നാൽ വളരെ തന്ത്രപ്രധാനവുമായ ഒരു വിദേശ വ്യോമത്താവളത്തിലേക്ക് ഇന്ത്യക്ക് വളരെ അനായാസം പ്രവേശിക്കാൻ സാധിക്കും. ഇനി താജിക്കിസ്ഥാനിലെ ഇന്ത്യയുടെ ഈ തന്ത്രപ്രധാനമായ വ്യോമത്താവളം എന്താണ്, എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കണ്ടേ. ഏകദേശം 30 വർഷമായിട്ട് ഇന്ത്യ താജിക്കിസ്ഥാനിൽ ഒരു സൈനിക സാന്നിധ്യം നിലനിർത്തുന്നുണ്ട് എന്നുള്ളത് വളരെയധികം പേർക്കും അറിയാത്ത ഒരു വസ്തുതയാണ്. 1990കളിൽ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള തെക്കൻ താജിക്കിസ്ഥാനിലെ ഫാർഖോർ മേഖലയിൽ ഒരു സൈനിക ആശുപത്രി ഇന്ത്യ നിർമ്മിച്ച് ഡെവലപ്പ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുകയുണ്ടായി. റിപ്പോർട്ടുകൾ പ്രകാരം അന്നത്തെ വാജ്പേയി സർക്കാരും പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസും ഈ പദ്ധതിയെ വളരെ ശക്തമായിട്ട് പിന്തുണച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ധനസഹായം നൽകിയ ഈ താവളം സ്ഥാപിക്കുന്നതിൽ ഇപ്പോഴത്തെ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലും നമ്മുടെ മുൻ വ്യോമസേനാ മേധാവിയായിട്ടുള്ള എയർ ചീഫ് മാർഷൽ BS ധനോവയും എല്ലാം വളരെ പ്രധാനമായ പങ്കും വഹിച്ചിട്ടുണ്ട്. ഗിസറിലെ എയർ സ്ട്രിപ്പ് 3200 മീറ്ററായിട്ട് ഇന്ത്യ വികസിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മിക്ക ഫിക്സഡ് വിങ് വിമാനങ്ങൾക്കും ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും ഇവിടെ സാധിക്കും. ഇനി ഇന്ത്യ അവിടെ വിമാനങ്ങൾ സൂക്ഷിക്കുന്ന ഹാങ്ങറുകളും ഓവറോളിംഗ് ഫെസിലിറ്റികളും വിമാനങ്ങളിലെ ഇന്ധനം നിറയ്ക്കാനുള്ള ശേഷിയും എല്ലാം വികസിപ്പിച്ചെടുത്ത് കഴിഞ്ഞു. ഈ ഐനി വ്യോമത്താവളം വികസിപ്പിക്കുന്നതിന് ഇന്ത്യ ഏകദേശം $100 മില്യൺ ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത്. 2005 അവസാനത്തോടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴാണ് ഒരു ഓപ്പറേഷണൽ GMAയുടെ ആദ്യ ബേസ് കമാൻഡറായിട്ട് നമ്മുടെ മുൻ എയർ ചീഫ് മാർഷൽ ധനോവ നിയമിതനായതും. ഇന്ത്യ താൽക്കാലികമായിട്ട് സുഖോയ് 30 MK യുദ്ധവിമാനങ്ങൾ ഈ ബേസിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 2021 ഓഗസ്റ്റിൽ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങുകയും താലിബാൻ കാബൂൾ വളരെ വേഗം കീഴടക്കുകയും ചെയ്തപ്പോൾ കാബൂളിൽ നിന്ന് 100 കണക്കിന് പൗരന്മാരെയും നയതന്ത്രജ്ഞരെയും ഒഴിപ്പിക്കുക എന്നുള്ള വലിയൊരു വെല്ലുവിളി ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത് നമ്മളെല്ലാം കണ്ടതാണ്. ഈ സമയങ്ങളിൽ ഇന്ത്യക്ക് ഐനി വ്യോമത്താവളമാണ് സഹായകരമായത്. കാബൂളിൽ നിന്ന് പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനായിട്ട് ന്യൂഡൽഹി ഇന്ത്യൻ വ്യോമസേനയുടെ C-17, C-130J ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഐനി വ്യോമത്താവളത്തിൽ നിന്ന് സർവീസ് നടത്തിയതായിട്ട് ഇന്ത്യൻ വാർത്താ ഏജൻസിയായിട്ടുള്ള ANI അന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാബൂളിൽ നിന്ന് 87 ഇന്ത്യക്കാരെ ഒരു C-130J വിമാനം എയർലിഫ്റ്റ് ചെയ്ത് താജിക്കിസ്ഥാനിൽ ഇറക്കി എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവായിട്ടുള്ള രൺധീർ ജാസിവാൾ അന്ന് എക്സ് പ്ലാറ്റ്ഫോമിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഐനി വ്യോമത്താവളത്തിൻ്റെ തന്ത്രപരമായ പങ്ക് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. താജിക്കിസ്ഥാനിൽ ഒരു ഇന്ത്യൻ വ്യോമത്താവളത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ പാകിസ്ഥാന് അതിൻ്റെ തന്ത്രം പുനഃക്രമീകരിക്കേണ്ടി വരും. ഇപ്പോഴത്തെ കിഴക്കൻ മേഖലയിൽ നിന്ന് വടക്കൻ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് ചില വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സർഫസ് ടു എയർ മിസൈൽ സംവിധാനങ്ങളും എല്ലാം അവർക്ക് പുനർവിതരണം ചെയ്യാൻ നിർബന്ധിതരാകുകയും ചെയ്യും. ഇതുവഴി പാകിസ്ഥാൻ്റെ ഇതിനകം സ്പ്രെഡ് ചെയ്തിരിക്കുന്ന സൈനിക റിസോഴ്സസിനെ ഇത് ദുർബലപ്പെടുത്തും. ഇന്ത്യക്ക് ഈ താവളത്തിൽ നിന്നും പാകിസ്ഥാനിലേക്ക് രഹസ്യാന്വേഷണ ശേഖരണം നടത്താൻ പറ്റും, നിരീക്ഷണം നടത്താൻ പറ്റും, യുദ്ധദൗത്യങ്ങൾ പോലും ആരംഭിക്കാനായിട്ട് സാധിക്കും. ഈ താവളത്തിൽ നിന്ന് പെഷാവർ വെറും 500 കിലോമീറ്റർ അകലെയാണ്. ഇസ്ലാമാബാദും POKയും ഏകദേശം 600 കിലോമീറ്റർ അകലെയും ആണ്. എന്നിരുന്നാലും പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തിയിൽ എത്താൻ വേണ്ടിയിട്ട് ഇന്ത്യൻ വിമാനങ്ങൾക്ക് അഫ്ഗാനിസ്ഥാൻ ക്രോസ് ചെയ്യേണ്ടതായിട്ട് വരും. അഫ്ഗാനിസ്ഥാൻ അത്യാധുനികമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യൻ വിമാനങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ സാധിക്കാനും പറ്റും. ഇനി മറ്റൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ POKയുടെയും തെക്കൻ താജിക്കിസ്ഥാൻ്റെ ഇടയിൽ ഒരു നോമാൻസ് ലാൻഡ് ആയിട്ടുള്ള വഖാൻ ഇടനാഴിയുണ്ട്. അതുവഴിയും ഇന്ത്യക്ക് POKയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഈ പാതയിൽ ഇന്ത്യക്ക് ഒരു പ്രതിരോധവും നേരിടേണ്ടി വരാനുള്ള സാധ്യത വളരെ കുറവാണ് താനും. ആക്രമണത്തിൻ്റെ രീതി, ലക്ഷ്യം, സമയം ഇതൊക്കെ തീരുമാനിക്കാനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സായുധ സേനയ്ക്ക് പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഓപ്ഷനുകളെല്ലാം നമ്മുടെ മേശപ്പുറത്തുണ്ട്. അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സൈനിക നേതൃത്വം ഇതും പരിശോധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നിരുന്നാലും താജിക്കിസ്ഥാനിൽ ഒരു വിദേശ ഇന്ത്യൻ സൈനിക താവളം ഉണ്ടാകുന്നത് പാകിസ്ഥാൻ്റെയും ചൈനയുടെയും തന്ത്രപരമായ കണക്കുകൂട്ടലിനെ വളരെയധികം അസ്വസ്ഥമാക്കുമെന്നുള്ളത് നമുക്ക് സുരക്ഷിതമായിട്ട് പറയാൻ സാധിക്കും. കാര്യങ്ങൾ വളരെ നന്നായി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയും കൂടുതൽ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യട്ടെ സുഹൃത്തുക്കളെ. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.